കഴിഞ്ഞ ദിവസം ഗാറ്റ്വിക് എയർപോർട്ടിൽ പുതിയ സ്കാനേഴ്സ് വന്നതിനെ പറ്റിയും അതേപോലെ തന്നെ 100 ml ലിക്വിഡ് ഒന്നും നമ്മൾ ഇനി മുതൽ ബാഗിൽ നിന്ന് പുറത്തെടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഗാറ്റ്വിക് എയർപോർട്ടിലെ ഒരു സെക്യൂരിറ്റി ഓഫീസറുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ പുള്ളിയിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ സ്കാനേഴ്സ് എല്ലാം വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേസ് എടുത്തിട്ട് നമ്മുടെ സാധനങ്ങൾ അതിനകത്ത് വെക്കുമ്പോൾ ഈ ലാപ്ടോപ്പും 100 ml താഴെയുള്ളതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ജാക്കറ്റ് കാര്യങ്ങൾ ക്ലോത്ത്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ നമ്മുടെ ബെൽറ്റ് ഇരുമ്പിൻ്റെ ബക്കിളൊക്കെ ഉള്ള ഷൂസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ബൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് അതിനകത്ത് വെക്കുമ്പോൾ നമ്മളത് ഓവർഫിൽ ചെയ്യാണ്ട് നോക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ അത് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എക്സ്റേയുടെ ടണലിലേക്കൂടെ പോകുമ്പോഴുള്ള കേർട്ടൻസ് ഉണ്ടല്ലോ, അത് പഴയ പോലത്തെ സംഭവമല്ല. ഇത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഈ സാധനങ്ങൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും വെച്ചിട്ട് സാധനങ്ങൾ എടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലൈൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടംപോലെ ട്രേസ് എടുക്കാം. ഒരു ട്രേ ഒന്നും ലിമിറ്റ് ഒന്നും ഇല്ല ആൾക്കാർക്ക്. ഈ സ്കാനേഴ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലൊക്കെ ഒരു പീസ് പേപ്പർ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ മിൽക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുണ്ടാവും. എത്ര വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അത് ചിലപ്പോൾ 100 ml മേളിലൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും കൂടുതലും. അപ്പം അങ്ങനെയുള്ള സംഭവത്തിൽ അതൊന്നും ഒരു പ്രശ്നവുമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളൊരു സെപ്പറേറ്റ് ട്രേയിലാക്കിയിട്ട് വിടുക എന്നുള്ളതാണ് കേട്ടോ സെക്യൂരിറ്റി ചെക്കിന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ബഗ്ഗീസും കാര്യങ്ങളും പ്രാമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രാമിലോ അല്ലെങ്കിൽ ബഗ്ഗിയിലോ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഒരു ട്രേയിൽ വെച്ചിട്ട് ഈ സാധനം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടാവും. അവരുടെ അടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ അത് സ്വാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ സാധനങ്ങൾ വിടാനായിട്ട്. ചിലപ്പോൾ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും, നമുക്ക് ഓൾറെഡി ഫോൾഡ് ചെയ്ത് വിടാവുന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ അത് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യണം. ഒരു സാധനം പോലും അതിൽ ആ ബഗ്ഗിയിൽ ഉണ്ടാകാൻ പാടില്ല, ടോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു ട്രെയിൽ വെച്ചിട്ട് ഈ സാധനം സെപ്പറേറ്റ് ആയിട്ട് സെക്യൂരിറ്റിക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ സെക്യൂരിറ്റി ഏരിയയിൽ. അപ്പോൾ പാസ്പോർട്ടിൻ്റെ വൺസ് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ബോർഡിംഗ് പാസ് മാത്രം മതി. പിന്നെ പാസ്പോർട്ട് വേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു സമയത്ത് എടുത്തേച്ചാൽ മതി. ഈ സെക്യൂരിറ്റി സെക്ഷനിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ലൈഫും കുറച്ചും കൂടെ ഈസി ആൻഡ് ഫാസ്റ്റ് ആക്കാം. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫിൻ്റെ ലൈഫും കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാം കേട്ടോ.